ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ 3 സാധനങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ലാപ്ടോപ്പ് ഉള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ഈ 3 ഐറ്റം വാങ്ങിച്ചിരിക്കണം കേട്ടോ. ഞാൻ കുറച്ച് ലേറ്റായി പോയി, റേറ്റ് കുറവാണ്. അതിൻ്റെ റേറ്റൊക്കെ ഞാൻ സ്ക്രീൻഷോട്ടിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കാം. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് കീബോർഡ് പ്രൊട്ടക്ടർ. ദെൻ പിന്നെ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചത് എന്താണ്, സേഫ്ലി ക്ലീൻസ് യുവർ ഇലക്ട്രോണിക് ഡിവൈസ്. എന്താണ്, ഇതൊരു സ്പ്രേ ആണ്. സ്ക്രീൻ ക്ലീനർ എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മുടെ ഈ ലാപ്ടോപ്പിൻ്റെ മാത്രമല്ല, ടാബ്, സ്മാർട്ട് ഫോണ്, TV അതിൻ്റെയൊക്കെ സ്ക്രീൻ നമുക്ക് തുടയ്ക്കാനായിട്ട് വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷനാണിത്. ഇത് ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് 250 ml ആണ്. സെറ്റായിട്ടൊക്കെ കിട്ടും കേട്ടോ, ഇതെല്ലാം കൂടെ സെറ്റായിട്ട് ഇടും. ഇതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയ സാധനമാണ് ഈ വൈപ്പിംഗ് ടവല്. ഇതിലേക്ക് നമ്മൾ ഒഴിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഈ സ്ക്രീനിൽ തുടയ്ക്കുന്നതിന് മുന്നേ തന്നെ ഈ സൊല്യൂഷൻ നമ്മൾ ഈ ടവലിലേക്ക് ആക്കും. അപ്പോൾ ഈ സൊല്യൂഷൻ 1-2 തുള്ളി നമ്മൾ ഈ ഒരു ടവലിലേക്ക് ഒഴിച്ചതിന് ശേഷം മാത്രം വേണം നമ്മൾ ഈ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ ക്ലീൻ ചെയ്യാൻ. അതുപോലെ സ്മാർട്ട് ഫോൺ ആയാലും ടെലിവിഷൻ ആയാലും എല്ലാം ഒരു ടവൽ, ഇതുപോലുള്ള ടവൽ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയത് കേട്ടോ. ഇത് രണ്ടും കൂടിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെയും റേറ്റ് ഒരു 200 സംതിങ് ആവുന്നുള്ളൂ. അതിനകത്തേ ആവുന്നുള്ളൂ. 196 ആണെന്ന് തോന്നുന്നത്. ഞാൻ സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്തേക്കാം. അതായത് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരുടെ കയ്യിലെല്ലാം ഈ ഒരു ബ്രഷ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ബ്രഷ് എൻ്റെ ഒരു സെറ്റായിട്ട് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതിനകത്ത് ഒരു 14 സംതിങ് ബ്രഷ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ബ്രഷാണ് ഇത് ഞാൻ ലാപ്ടോപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തത്. നമുക്ക് ഈ കീബോർഡ് പ്രൊട്ടക്ടറും ഈ ഒരു സൊല്യൂഷനും പിന്നെ വേറെ ടൈപ്പ് ബ്രഷാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഈ വൈപ്പിംഗ് ടവൽ എല്ലാം കൂടെ സെറ്റായിട്ടുള്ളത് ഞാൻ ഇതിനകത്തൊരു സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്തേക്കാം. അങ്ങനെയും കിട്ടും. എനിക്കിപ്പോൾ ഈ ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആണ് ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ ലാപ്ടോപ്പ് എടുക്കുക. ലാപ്ടോപ്പിൽ നമുക്ക് ഒരുപാട് ഡസ്റ്റ് പിടിച്ചിരിപ്പുണ്ട്. ഞാനതൊന്ന് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നന്നായിട്ട് ഡസ്റ്റ് ഉണ്ട് ഇതിനകത്ത് കേട്ടോ, ഈ സ്ക്രീനകത്ത്. പിന്നെ ഫിംഗർ പ്രിൻറ്റും ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ, ഒരു 2 or 3 ഡ്രോപ്സ് നമ്മൾ ഈ ടവലിലേക്ക് സ്പ്രേ ചെയ്തെടുത്തിട്ട് അത് വെച്ച് വേണം വൈപ്പ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് അങ്ങനെ ഒന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ സ്ക്രീൻ അതായത് ഈ ടവലിലേക്ക് 2-3 തുള്ളി സ്പ്രേ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ വൈപ്പ് ചെയ്ത് വേണം എടുക്കാൻ. നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കുക. ഈ സൈഡിലൊക്കെ ഒന്ന് നന്നായിട്ട് തുടയ്ക്കണം കേട്ടോ. ഒരുപാട് ഡസ്റ്റ് ഉണ്ടല്ലേ, അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. സൊല്യൂഷൻ നമ്മൾ ലാപ്പ് വാങ്ങിക്കുമ്പോഴേ വാങ്ങിക്കണം കേട്ടോ. ഞാൻ ലാപ്പിൻ്റെ സ്ക്രീനൊക്കെ ചീത്തയാകുമ്പോൾ വാങ്ങിച്ചില്ല. പിന്നെ ഈ പൊടി പിടിക്കുന്നതും ഫിംഗർ പ്രിൻറ്റ് ഉണ്ട്. അപ്പോൾ ആ കുഞ്ഞുണ്ടായിട്ട് മോൻ ഇങ്ങനെ സ്ക്രീനകത്തൊക്കെ ടച്ച് ചെയ്യും. അതുകൊണ്ട് ഞാൻ ലാപ്പ് അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല, നശിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനി കുഴപ്പമില്ല, നമുക്ക് അതും എടുക്കാം. ഇതിന് സ്ക്രീൻ പ്രൊട്ടക്ടറും കൂടെ ഒട്ടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒന്നും ഇതിനകത്ത് വീഴത്തില്ല. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ എന്തിനും ഫ്രണ്ടിൽ എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാലൊക്കെ ഇവിടെയൊക്കെ ഉറുമ്പ് കയറി ഈ കീ ഒക്കെ നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മളിത് ഇങ്ങനെ വേണം തുടച്ചു കൊടുക്കാൻ കേട്ടോ. അതായത് നമ്മളിങ്ങനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒന്ന് തുടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് സ്പേസ് കിടക്കുന്നില്ലേ, അവിടെ കൂടെ നമ്മളിങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ ഈ ഷീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്രഷിൻ്റെ യൂസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഷീറ്റ് ഒട്ടിക്കുന്നതിന് മുന്നേ നന്നായിട്ട് കേസിൻ്റെ ഇടയിലെല്ലാം വൃത്തിയാക്കിയിട്ട് വേണം ഈ ഒരു ഷീറ്റ് ഇതിനകത്തേക്ക് പേസ്റ്റ് ചെയ്യാൻ. ഓക്കെ, നമ്മൾ ആ കവറിൽ നിന്ന് ഇളക്കിയെടുക്കാൻ അതാ ഈ ഒരു പേപ്പറിലേക്ക് ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് വേണം ഒട്ടിക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയെടുത്ത് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്യണം. അതിൻ്റെ 1-2 ഫോട്ടോസ് ഞാൻ ഇട്ടേക്കാം, അത് നോക്കി നിങ്ങൾ അതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഒരു എൻഡ് നമ്മൾ ഇവിടെ നിന്ന് ഒട്ടിച്ച്, ഞാൻ ഈ പവർ ബട്ടൻ്റെ അടുത്തുകൂടെ ഒട്ടിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നെക്സ്റ്റ് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഇളക്കി എടുത്താൽ മതി കേട്ടോ. ഇളക്കി ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിനകത്തേക്ക് ഒട്ടിക്കണം. അപ്പോൾ അതാ ഇതിനകത്തേക്ക് നീറ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ദെൻ നമ്മളിതൊന്ന് പേസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കീബോർഡ് സെറ്റായിട്ടുണ്ട്, സ്ക്രീനും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രിൻസോൾ കീബോർഡ് പ്രൊട്ടക്ടറിൻ്റെ ഷീറ്റിന് 126 ആണ് എനിക്ക് വന്നിരിക്കുന്ന റേറ്റ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഈ സൊല്യൂഷൻ്റെതും 196 ഒക്കെ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Thank you so much. Please subscribe my channel.